Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നേരിട്ട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഉള്ളൊരു ആഹ്ലാദം പോലെ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ വലിയൊരു സന്തോഷം, ആനന്ദമാണ്. വലിയ ഒരു കുടുംബത്തിൻ്റെ ശുശ്രൂഷയിലാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് പ്രധാനമായ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സേവർക്ക മട്ടാലച്ചി ഓർത്ത് നന്ദി പറയാം. ബഹുമാനപ്പെട്ട സോജിയച്ചനെയും സാംസനച്ചനെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദിമ സഭയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സഭയുടെ ഓരോ കാലഘട്ടങ്ങളിലും പല പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ ക്രിസ്റ്റോസെൻട്രിക് എന്ന് പറയും, ചിലപ്പോൾ പരിശുദ്ധാത്മ കേന്ദ്രീകൃതം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ വർഷം ആചരിക്കും, അല്ലെങ്കിൽ പുത്രനായ ഈശോയുടെ വർഷം ആചരിക്കും, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ വർഷം ആചരിക്കും. അപ്പോൾ ആദിമ സഭയുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാത്രമല്ല, അതായത് ചിന്തിക്കാൻ പറ്റാത്ത വിധ ആൾക്കാരുടെ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് നല്ല പ്രാധാന്യം കൊടുക്കണം. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം, പരിശുദ്ധാത്മാവിനെ ആരാധിക്കണം, പരിശുദ്ധാത്മാവിനെ വിളിക്കണം. അത് ഈശോ പറഞ്ഞ കാര്യമാണ്. പിതാവിൻ്റെ വാഗ്ദാനമാണ്, യേശുവോടെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്, അല്ലേ? പിതാവ് അയക്കുകയാണ് പരിശുദ്ധാത്മാവിനെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, അല്ലേ? എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് കുറേ സമയം കൊണ്ട് പ്രാർത്ഥിക്കാം. നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, 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 പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവേ അമർത്യനെ, ബലവാനെ, സർവശക്തനെ ഞങ്ങൾ സ്നേഹിച്ച് ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല 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 ഹല. പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, പരിശുദ്ധനേ, ചേർന്ന് പാടാം. അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനേ, ആരാധന, ആരാധന. ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനേ, ആരാധന, ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന, ഉണർവോടെ പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന, 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 ആരാധന. ഹല 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 ഹല. ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്നവനെ, ഞങ്ങളെ നയിക്കുന്നവനെ, ഞങ്ങളെ പരിപാലിക്കുന്നവനെ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാ ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാ ഒരു ശക്തിയാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ്. വിശ്വസിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് വെറുതെ പ്രാർത്ഥിക്കുകയല്ല,
നന്നായിട്ട് ഹൃദയം കൊണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ, ആരാധന. പ്രാർത്ഥിക്കാവോ? എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ, ആരാധന. എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ ഹൃദയം നീ തരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ ഹൃദയം നീ തരണേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഭാഷാപരങ്ങളുള്ളവർ ഭാഷാപരങ്ങളെ സ്തുതിക്കുക. നാവിനെ സ്വതന്ത്രമായി വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവെ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഓ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂടെ വസിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് കൃപകൾ നൽകണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ദാനങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവ് വരങ്ങൾ ഞങ്ങളിൽ ഉച്ചരിപ്പിക്കണമേ. ഹല 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 ഹല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിച്ചിരിക്കേണ്ട പ്രശ്നം എന്ത് തന്നെ ആയാലും ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പസ്തോലന്മാർ ഒരുപാട് ഭയപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അകപ്പെട്ട് ആദ്യമ സഭയിലുണ്ടായ പ്രതിസന്ധികളിൽ അവർ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വലിയ അഭിഷേകത്തോടെ ആഗതനായി. അതേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയമാണല്ലോ ഇത്. ഹല 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 ഹല. ക്ഷമിക്കാൻ പറ്റാത്തവർ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ക്ഷമയുടെ അഭിഷേകം പരിശുദ്ധാത്മ വ്യക്തികളിൽ നൽകും. ഹല 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 ഹല. ഒരു കാര്യത്തിന് പോലും ധൈര്യമില്ലാതെ കഠിനമായ ഭയത്തിന്റെ പീഡകൾ അകപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിച്ചോളുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു അത്ഭുതകരമായ പ്രവർത്തനം നടത്തും. ഹല 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 ഹല. നിരാശയ്ക്ക് അടിമപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യമില്ലാത്തവർ ഇപ്പോൾ വിളിച്ച് പ്രാർത്ഥിച്ചോളുക. വലിയൊരു പ്രത്യാശയുടെ അഭിഷേകം പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളും നൽകുന്ന സമയമാണല്ലോ ഇത്. ഹല 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 ഹല. യേശു ആരാധന 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 ആരാധന. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അതിന് വേണോ ഇതിന് വേണോ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ പ്രാർത്ഥിച്ചോളുക. ഈ പ്രാർത്ഥന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉജ്ജ്വലിച്ച് ഒരു വഴി കാണിച്ചു തരും. ഒരു തീരുമാനത്തിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിക്കും. ഹല 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 ഹല. ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഹല 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 ഹല. യേശു ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന. കർത്താവേ ആരാധന. ഈശോയെ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിന്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ പരിശുദ്ധ അമ്മ, അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവമായ അഭിഷേകം ഓരോരുത്തരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ തരും. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ചാടിക്കേറി വാക്ക് കൊടുക്കരുത് എന്നാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. Hallelujah. വിഷയം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം വന്നത് ഞാൻ ഭാവനയെ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിലും ഒക്കെ സാധാരണ കൊളോക്കിയലായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്, കൊച്ചേ ആലോചിച്ചിട്ട് വേണം വാക്ക് കൊടുക്കാൻ. നീ ഒരു 100 തവണ ചിന്തിച്ചിട്ടേ നീ വാക്ക് കൊടുക്കാവുള്ളൂ. അത് പല കാര്യത്തെക്കുറിച്ചുള്ള പദപ്രയോഗങ്ങളാണ്. എനിവേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ വചനപ്രകാരം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ അപകടങ്ങളിലും കെണികളിലും പിശാച് നമ്മളെ ചാടിക്കാം. ദാനിയേൽ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ ദാനിയേൽ എന്ന് പറയുന്ന വലിയ ശക്തനായ ബൈബിളിലെ പ്രവാചകൻ, ദാനിയേലിൻ്റെ കൂട്ടാളികളും, അപ്പോൾ ആ പ്രദേശത്തെ രാജാവാണ് ദാരിയോസ് എന്ന് പറയുന്ന രാജാവ്. ദാരിയോസ് രാജാവ് ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കാൻ വേണ്ടിയിട്ട് ഒരു 120 പ്രധാന ദേശാധിപതികളെ, അധികാരികളെ നിയോഗിക്കാൻ തീരുമാനമെടുത്തു. അതിനുശേഷം ഈ പ്രധാന ദേശാധിപതികൾ 120 പേർക്ക് മേൽ ഒരു 3 തലവന്മാരെ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ആ 3 തലവന്മാരിൽ ഒരാൾ നമ്മുടെ ദാനിയേലാണ്. സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാവിനെ കബളിപ്പിക്കാതിരിക്കാൻ, രാജാവിന് നഷ്ടം വരാതിരിക്കാൻ, രാജാവിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പല ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഈ തലവന്മാരിൽ പ്രധാന ദേശാധിപതികളിൽ ഏറ്റവും മുൻപന്തിയിൽ നമ്പർ 1 ആയിട്ട് ദാനിയേൽ ഉയർന്നു വരികയാണ്. കാരണം ദാനിയേലിൻ്റെ പ്രത്യേകത അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദാനിയേലിന് അത്ഭുതകരമായ ദൈവ ചൈതന്യം ഉണ്ടായിരുന്നു. അതുപോലെ വിശ്വസ്തനായിരുന്നു, കുറ്റമറ്റവനായിരുന്നു. അങ്ങനെ പല സംഗതികളും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വളരാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും പുതുമഴയ്ക്ക് സാധാരണ ചെടികൾ മുളയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ കൂണ് മുളയ്ക്കുന്നത് പോലെ ശത്രുക്കൾ തന്നെ മുളയ്ക്കും. നല്ല ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ തന്നെ ശത്രുക്കൾ ഉണ്ടായിക്കോളും. അത് ഒരു സ്വാഭാവികമായ സംഗതിയാണ്. അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ, ഒരുപാട് പേർക്ക് ദാനിയേലിനെ എങ്ങനെ പെടുത്തണം എന്നുള്ള ചിന്തയാണ്. എങ്ങനെ അവനൊന്ന് പെടുത്തണം. അങ്ങനെ പെടുത്താൻ വേണ്ടി നോക്കിയിട്ട് ഒരു പഴുതം കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ആകെ അവനെ പെടുത്താൻ പറ്റുന്നൊരു മാർഗമെന്ന് പറയുന്നത് 0 ടോളറൻസ് എന്നതുപോലെ ദാനിയേൽ മുറുകെ പിടിക്കുന്നൊരു സംഗതി എന്ന് പറയുന്നത് അവൻ്റെ ദൈവത്തിൻ്റെ വിഷയങ്ങളിലാണ്, അവൻ്റെ വചനത്തിൻ്റെ വിഷയങ്ങളിലാണ്. വേറെ ഒരു കാര്യത്തിലും പിടിക്കാൻ പറ്റിയല്ല. സസ്യഭക്ഷണമാണ് കഴിക്കുന്നത്, ലഹരിപാനീയങ്ങളില്ല, രാജ്യദ്രോഹ കുറ്റം നോക്കിയിട്ട് രക്ഷപ്പെടുകയല്ല. അങ്ങനെ ഏതായാലും സഹോദരങ്ങൾ, രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആൾക്കാർ ചില ആശയങ്ങൾ മെനിയാണ്. ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും തമ്മിൽ ചില ആശയവിനിമയങ്ങൾ നടത്തി. എന്നിട്ട് അവർ പറഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞത് ദാരിയോസ് രാജാവിനെ സമീപിക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വായിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും കൂടെ വായിച്ചാൽ എനിക്ക് നല്ല സന്തോഷമാകും. അതുകൊണ്ട് നന്നായിട്ടങ്ങ് വായിക്കാം. ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും തമ്മിൽ ആലോചിച്ചുറച്ച് രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, ദാരിയോസ് രാജാവ് നീണാൾ വാഴട്ടെ. എല്ലാ തലവന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. രാജാവേ, അടുത്ത 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയുമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം. രാജാവേ, മേദിയക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമം അനുസരിച്ച് മാറ്റം വരുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാനാവാത്ത ഒരു നിരോധനാജ്ഞ മുദ്ര വെച്ച് സ്ഥിരീകരിക്കണം. ദാരിയോസ് നിരോധനാജ്ഞയിൽ മുദ്ര വെച്ചു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇവരെല്ലാവരും കൂടെ പറഞ്ഞൊത്ത് വളരെ നല്ലൊരു ഐഡിയോളജി, നല്ലൊരു ആശയം കൊണ്ടുവരികയാണ്.
ദാരിയോസ് രാജാവിനെ നന്നായിട്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് ഒരു ദേവസ്ഥാനത്തേക്ക് ഉയർത്തുവാൻ തക്ക വിധമുള്ള ആശയങ്ങളാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ താഴെയുള്ള എല്ലാവരോടും സംസാരിച്ച് ഉറപ്പിച്ച ബെസ്റ്റ് ഒരു കാര്യമാണ്, അങ്ങാണ് രാജാവ്, അങ്ങാണ് ദൈവം, അങ്ങയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അങ്ങയെ മാത്രമേ ആരാധിക്കാവൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചാടിക്കേറി രാജാവ് വാക്ക് കൊടുക്കുകയാണ്. ചാടിക്കേറി തൻ്റെ അധികാരം അല്ലെങ്കിൽ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയാണ്. ചാടിക്കേറി തീരുമാനം എടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോ വാക്ക് കൊടുക്കുന്നതിന് മുമ്പ്, ഓരോ കരാറുകൾ ഏർപ്പെടുന്നതിന് മുമ്പ്, ഓരോ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഒരുപാട് ചിന്തിക്കണം, ഒരുപാട് ആലോചിക്കണം. ജ്ഞാനത്തിൽ ദൈവത്തോട് ചോദിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഇല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ ദുഃഖിക്കേണ്ടി വരുമെന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട്, പല മേഖലകളിൽ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് വാക്ക് കൊടുത്ത് പോയി ഇന്നത് മാറ്റാൻ പറ്റും. ശരിയാണ്, നമ്മുടെ സംസ്കാരത്തിൽ വാക്ക് കൊടുക്കാതെ, വാക്കിനെന്ന് പറഞ്ഞൊരു വിലയാണ്, അല്ലേ? ഒരു മാറ്റമില്ല. സ്ഥലത്തിന് അല്ലെങ്കിൽ ഒരു സ്ഥലം വിൽക്കുന്നതിന് വാങ്ങുന്ന പല കാര്യത്തിൽ, കല്യാണത്തിന് പല കാര്യത്തിൽ വാക്ക് കൊടുക്കുകയാണ്. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ വാക്ക് കൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ, ദാരിയോസ് രാജാവ് വാക്ക് കൊടുത്തു. എന്താണ് സംഭവിച്ചത്? ദാനിയേൽ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ വീണ്ടും 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. അവർ വീണ്ടും രാജസന്നിധിയിലെത്തി നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു. രാജാവേ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളുമെന്നൊരു നിരോധനാജ്ഞയിൽ നീ ഒപ്പുവെച്ചിരുന്നില്ലേ? രാജാവ് പറഞ്ഞു, മേദിയാക്കാരുടെയും പേർഷ്യക്കാരുടെയും അലംഘനീയമായ നിയമം അനുസരിച്ച് അത് തീർച്ചയായും അങ്ങനെ തന്നെ. അവർ പറഞ്ഞു, രാജാവേ, യൂദായിൽ നിന്നുള്ള പ്രവാസികൾ ഒരുവനായ ആ ദാനിയേൽ നിന്നെയാകട്ടെ നീ ഒപ്പുവെച്ച നിരോധനാജ്ഞയാകട്ടെ മാനിക്കാതെ ദിവസം 3 പ്രാവശ്യം തൻ്റെ പ്രാർത്ഥന നടത്തുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം എന്താ എഴുതിയിരിക്കുന്നത്? വ്യസനിച്ചു. ശരിക്കും വരേണ്ടത് എന്താ? കോപമാണ് വരേണ്ടത്. കോപമല്ല വന്നത്, വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിൽ ഉറച്ച് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവൻ പരിശ്രമിച്ചു. പക്ഷേ സഹോദരങ്ങളെ, എല്ലാ പരിശ്രമവും വൃഥാവിലായി. എൻ്റെ സഹോദരങ്ങൾ, ഇപ്പോൾ ദാരിയോസ് രാജാവ് ചിന്തിക്കുന്നുണ്ട്, എന്തൊരു കഷ്ടമായി പോയി. ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ, ഇങ്ങനൊരു അപകടം മണത്തറിഞ്ഞിരുന്നില്ലല്ലോ. അന്ന് ആ വാക്കുകൊടുത്ത് എത്ര കഷ്ടമായി പോയി. വീണ്ടും രണ്ടാമത് അവരൊന്നുകൂടെ ഉറപ്പിക്കുകയാണ്, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നല്ലോ, അപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. എത്രയോ തവണ ഇരുന്ന് പരിതപിച്ചിട്ടുണ്ടാവും. കാരണം ഈ രാജാവിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് ഈ രാജാവിനെ രക്ഷിച്ച, അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് കൊടുത്ത് അതുപോലെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആളാണ് ദാനിയേൽ. പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, സൂര്യാസ്തം വരെ പരിശ്രമിച്ചിട്ട് ഒരു ചെറുവിരൽ കൊണ്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അവരുടെ പിടിവാശി വിജയിച്ച് പിന്നെ സിംഹക്കുഴിയിലേക്ക് എറിയുന്നു. പിന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. മനുഷ്യൻ പരാജയപ്പെടുന്നിടത്താണല്ലോ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ദൈവം പ്രവർത്തനം ആരംഭിച്ചു, ദാനിയേൽ രക്ഷപ്പെടുന്നു. അതൊക്കെ ഓക്കെ. പക്ഷെ എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കേണ്ട ചില ചിന്തകളുണ്ട്. ചാടി കയറി വാക്ക് കൊടുക്കരുത് പല കാര്യങ്ങളിൽ. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവവചന അനുസൃതമാണെന്ന് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് കൂടെ ഒരുപാട് ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾക്കും നമ്മൾ വാക്ക് കൊടുക്കാൻ. നമുക്ക് പുതിയ നിയമത്തിൽ ഇതിന് പാരലായി കിടക്കുന്ന മറ്റൊരു അനുഭവം വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ഹെറോദേസ് രാജാവിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളാണ്. സ്നാപക യോഹന്നാനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയായെ ഹെറോദേസ് രാജാവ് സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. സ്നാപക യോഹന്നാൻ ആ ഒരു ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയെക്കുറിച്ച് ഒരു മയവും ഇല്ലാതെ മുഖത്ത് നോക്കി വളരെ ശക്തമായിട്ട് ഈ ഹെറോദേസിനെ, അല്ലെങ്കിൽ അവൻ്റെ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഭാര്യനെ ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എൻ്റെ സഹോദരി, എന്നാലും ഹെറോദേസിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സ്നാപകൻ യോഹന്നാൻ പറയുന്നത് ശരിയാണെന്നുള്ള ചിന്തകളുണ്ട്. സ്നാപകൻ ഒരു പ്രവാചകനാണ്, നോക്കി നിൽക്കൊരു നല്ല കാഴ്ചപ്പാടുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്?
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 26 വരെ തിരുവചനങ്ങൾ വചന സ്ക്രീനിലുണ്ട്. നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വായിക്കാം. ഹെരോദോസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെരോദിയായിക്ക് അനുകൂലമായ ഒരവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത ഹെരോദേസിനെ അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്ത് തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ്. അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തലകയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അടുത്ത വാക്ക്, രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശപഥത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവരുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരങ്ങളെ, ഈ സ്നാപക യോഹന്നാന്റെ ശിരസ് വെട്ടിയെടുത്ത് കൊടുക്കാൻ വേണ്ടി അനുമതി കൊടുക്കുമ്പോഴും ഹെരോദേസിന്റെ മനസ്സിൽ ഒരു വേദന നിൽക്കുകയാണ് അല്ലേ? എന്തൊരു കഷ്ടമായി പോയി. ചാടിക്കേറി അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു പക്ഷേ പല തവണ പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവരാകാം നമ്മൾ. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനത്തെയൊക്കെ ചില സാഹചര്യങ്ങളിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണതെങ്കിൽ ആ വാക്ക് മുറിക്കാനുള്ള ഒരു ആർജവത്വം എടുക്കണം. അതിന് വരുംവരായകളെ കുറിച്ച് പിന്നെ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങളൊക്കെ ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് പറയുമ്പോൾ ചില മനുഷ്യർ പറയുന്ന മറുപടി ഞാൻ കേട്ടിട്ടുണ്ട്. അത് ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യത്തിലാണെങ്കിലും വാക്ക് കൊടുത്തു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ കൊടുക്കുന്ന വാക്കിനാണ് വില, അത് ദൈവവചനമാകുന്ന വചനത്തിനാണ് വില. നിന്റെ അഭിമാനമാണോ അതോ വചനം പാലിച്ച് പരിശുദ്ധാത്മാവ് നിന്നിൽ വിതയ്ക്കുന്ന അഭിമാനത്തിനാണ് ഉയർച്ച കൂടുതൽ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈശോ ചെയ്ത കാര്യം നമ്മൾ ഓർക്കണം. ലൂക്കായുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിന്റെ 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അതിനാൽ അവർ നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച്, എന്ന് പറഞ്ഞാൽ വലിയ വലിയ പാർട്ടികളാണ്, പരിസര നിയമജന കേസ് കെട്ടുകളാണ്, അവനെ ദേശാധിപരുടെ അധികാരത്തിന് വിധിക്കും ഏൽപ്പിച്ച് കൊടുത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു. അവർ അവനോട് പറഞ്ഞു, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന് വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നൊരു ചോദ്യമാണ്, ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്ന നിയമാനുസൃതമോ അല്ലയോ? അവൻ അവരുടെ കൗശലം മനസ്സിലാക്കി. ദാരിയൂസിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്, ഹെരോദേസിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്, അവൻ അവരുടെ കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു, നിങ്ങളൊരു ധനാറ എന്നെ കാണിക്കുവിൻ. ആരുടെ രൂപം ലിഖിതമായതിലുള്ളത്? സീസറിൻ്റെതെന്ന് അവർ പറഞ്ഞു. പറയുകയാണ്, സീസറിനുള്ള സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിലും കൊടുത്തേക്കുക. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പോരെ? സീസറിന് നികുതി കൊടുക്കുന്ന നിയമാനുസൃതമാണ് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയണ്ടേ? അങ്ങനെ പറയല്ലോ ചെയ്യുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ജ്ഞാനം. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ, കൊലോസ്സസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വാക്കുകളാണ് പ്രവൃത്തികളാണെങ്കിലും അത് ഈശോയുമായിട്ട് കണക്ട് ചെയ്യണം. ഈശോയുടെ നാമത്തിലാണ്, ഈശോയുടെ ആലോചിച്ചിട്ടാണ്, പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന രീതിയിലാണ് സംസാരിക്കേണ്ടത്. ചാടിക്കയറി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളതല്ല. അതിന് മീറ്റിംഗ് നടക്കുമ്പോഴാണെങ്കിലും കമ്പനി കൂടിയിരിക്കുമ്പോഴായിരിക്കുമ്പോഴും കൊളോക്കിയൽ ടോക്കൻ ആണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ചാടി കയറി ഓരോന്ന് വിളിച്ചു പറയരുത്. പണ്ട് കാർത്താന്മാർ പറഞ്ഞു കേട്ടില്ലേ, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റിയല്ല.
പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറയേണ്ട രീതികളൊക്കെ ബൈബിളിൽ മനോഹരമായിട്ട് ദൈവം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യാക്കോബസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുവചനം, നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ വാക്ക് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പസ്തോല പ്രവർത്തകൻ പൗലോസ് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 18-ാമത്തെ അധ്യായത്തിന് 21-ാം തിരുവചനം, ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൻ വിടവാങ്ങുകയും എഫേസ്യസിന്റെ കപ്പൽ കയറുകയും ചെയ്തു. ദൈവം അനുവദിച്ചാൽ, ദൈവം തീരുമാനസാകുന്നെങ്കിൽ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. 1 Corinthians 16:7, നിങ്ങളെ തിടുക്കത്തിൽ സന്ദർശിച്ച് പോരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കർത്താവ് അനുവദിക്കുമെങ്കിൽ കുറെ നാൾ നിങ്ങളോടൊത്ത് കഴിയാമെന്നാണ് ഞാൻ ആശിക്കുന്നത്. പൗലോസ്ലിഹ പറഞ്ഞതുപോലെ, യാക്കോബസ്ലിഹ പറഞ്ഞതുപോലെയൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഇൻസിയനോ ജേസു എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലെവലേഷൻ്റെ ഒരു പുസ്തകമാണ്, ഒരു ആത്മീയ ഉണർവ് നൽകുന്ന ഒരു പുസ്തകമാണ്. അതിന് 475-ാമത്തെ പേജിൽ അവിടെ ആ വൈദികനോട് പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു പ്രാർത്ഥന നീ എല്ലാ സാഹചര്യങ്ങളും നീ ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയാണ്. ആ പ്രാർത്ഥന ഇപ്പോൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്, ഞാനത് വായിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് തിരുമനസ്സാകുന്നത് മാത്രം, അങ്ങ് തിരുമനസ്സാകുന്ന സമയത്ത്, അങ്ങ് തിരുമനസ്സാകും വിധം എല്ലാറ്റിനെയും കരുത്തോടെയും മധുരമായും ഭരിക്കുന്ന അവിടുത്തെ നിരവധിയായ കരുണകളാൽ ഭൂമിയെ നിറയ്ക്കുന്ന അങ്ങേക്ക് എല്ലാ മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഈശോയുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അങ്ങ് തിരുമനസ്സാകുന്നത് മാത്രം, തിരുമനസ്സാകുന്ന സമയത്ത്, തിരുമനസ്സാകുന്ന വിധത്തിൽ വരുന്ന. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ സഹോദരൻ, നമ്മുടെ അനുദിന സംഭാഷണങ്ങളിൽ ആവശ്യമില്ലാത്ത സംഗതികൾ വരികയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, തുറന്നു വരുന്ന ആരാധന സമയത്ത് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ചാടിക്കേറി വാക്ക് കൊടുക്കാതെ ദൈവകൃപയിൽ സംസാരിക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കേട്ട എല്ലാ വചനങ്ങളുടെയും വെളിച്ചത്തിൽ നന്നായിട്ട് നമ്മുടെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കാം. നിന്റെ വാക്കുകളാൽ തന്നെ എന്നെ കുറ്റം വിധിക്കപ്പെടുമെന്ന് ബൈബിളിൽ വചനമുണ്ട്. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ദൈവസേനയിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് വചനമുണ്ട്. അതുകൊണ്ട് വാക്കളന്ന് തൂക്കി ഉപയോഗിക്കണമെന്നും ദൈവവചനമുണ്ട്. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അനുതാപിയെ ചേർത്തണിക്കുന്ന കർത്താവേ, പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. അനുതാപിയെ ചേർത്തണയ്ക്കാൻ, അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ ആഗതനായവൻ വിളിച്ചിടുന്നു, ആഗതനായവൻ വിളിച്ചിടുന്നു. കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് കുറച്ച് സമയം കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം ഈശോയോട് കണക്ട് ചെയ്ത് ചെയ്യാൻ, ഈശോയോട് ചേർന്ന് ചെയ്യാൻ, അവിടുത്തെ തിരുമനസ്സിനനുസരിച്ച് പറയാനും പ്രവർത്തിക്കാനും ഉള്ളൊരു പ്രത്യേക അഭിഷേകം ഈ ആശീർവാദത്തിന്റെ സമയത്ത് സമൂഹത്തിന് വർഷിക്കാൻ അവിടുത്തെ ദയ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വാക്കുകളുടെ മേൽ, നാവിന്റെ മേൽ ഒരു നവമായ അഭിഷേകം ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നു.